ഇന്ന് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയാലും ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിൻ്റെ കൂടെ ആയാലൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്യുന്നത്. നമ്മുടെ നെയ്പത്തിരിയാണ്. നെയ്പത്തിരി മിക്കവർക്കും അറിയാമായിരിക്കും, എന്നാലും ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും ഒരു ലൈക്കും കൂടെ ചെയ്യുക കേട്ടോ. പുതിയതായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു പത്തിരി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനൊരു ഇത്തിരി പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഒരു അര ഗ്ലാസ് പച്ചരി ഒരു 2 മണിക്കൂർ മുന്നേ ഒന്ന് കഴുകി വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ്. അത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടും ഒരു ഇത്തിരി വെള്ളം മാത്രം മതി. നമുക്കതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത്രയും മാത്രം വെള്ളം മതി കേട്ടോ. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഇത്തിരി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കപ്പ് ഒരു തേങ്ങയുടെ പകുതി, ഒരു വലിയ തേങ്ങയാണെങ്കിൽ അതിൻ്റെ പകുതി, പിന്നെ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ചെറിയൊരു സവാളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് വലിയ ജീരകമാണ്. ചെറിയ ജീരകം ഇട്ട് കൊടുക്കാൻ പാടില്ല, വലിയ ജീരകം തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്കിന്ന് വെള്ളമൊന്നും ചേർക്കാണ്ട് നമ്മൾ ഒതുക്കി എടുക്കും എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒന്ന് ഒതുക്കി എടുത്തിട്ട് വരാം കേട്ടോ. കണ്ടോ, ഞാനിപ്പോൾ ഇത് ഇങ്ങനെ വെള്ളമൊന്നും ഒട്ടും ചേർക്കാതെ ആ അരിയുടെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് വെള്ളം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് ഒതുക്കി എടുത്തിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് അരിപ്പൊടി, നമ്മുടെ പത്തിരിയൊക്കെ ചുടുന്ന സാധാരണ അരിപ്പത്തിരി ചുടുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അതെടുക്കുക. അതിപ്പോൾ ഞാനിവിടെ ഒരു 2 കപ്പ് നിറച്ചാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള എത്രയോ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങളുടെ അളവൊക്കെ കൂട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് അരിപ്പൊടിയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പച്ചരിയും തേങ്ങയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ അരപ്പും കൂടെ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്ന് കുഴച്ച് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ പത്തിരിക്കൊക്കെ കുഴക്കുന്ന രീതിയിലൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കുക. ഇതിപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. അതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അവിടെ ഇരിക്കട്ടെ. എണ്ണയൊക്കെ ചൂടായി വന്നതിന് ശേഷം ചെറിയ ബൗൾസ് ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കുക. കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് പേപ്പറിൻ്റെ പീസാണ് കേട്ടോ. ഇത് വാഴയില ഉണ്ടെങ്കിൽ അതെടുക്കുക. നിങ്ങളുടെ കയ്യിൽ വാഴയില ഇരിപ്പുണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ ബെറ്റർ. എന്നിട്ട് ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കുക. കൂടുതൽ തടിയൊന്നും ഇല്ലാതെ ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഓയിലോ വെളിച്ചെണ്ണയോ എന്താണെന്ന് വെച്ചാൽ ചൂടായി വരുമ്പോൾ അതിലേക്കിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. അപ്പം ബീഫ് കറിയുടെ കൂടെ ആയാലും മട്ടൻ കറിയായാലും ചിക്കൻ കറിയായാലും ഏത് കറിയുടെ കൂടെയായാലും നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, മറന്നു പോകരുത്. അപ്പോൾ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.